ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓലൻ ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലേ ഓലൻ. അതുപോലെ തന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ അതിലേറെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് നമ്മുടെ ഓലൻ. അപ്പോൾ നമുക്ക് ഓലൻ ഉണ്ടാക്കി നോക്കാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മമ്പയറും അതുപോലെ തന്നെ ഇളവനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ പച്ചമുളകും കൂടിയുണ്ട്. നമ്മളിതിലേക്ക് പച്ചമുളക് കീറിയിട്ടാണ് ഇടുന്നത്. അതിനു വേണ്ടി നമ്മൾ 2-3 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ മമ്പയർ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. മമ്പയർ നന്നായിട്ട് പുതർന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മമ്പയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇളവൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഓലനിൽ ഏറ്റവും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് ആ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പക്ഷേ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിതാ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളം കൊണ്ട് അടിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ സമയം കൊണ്ട് നമ്മുടെ മമ്പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടി പിടിക്കരുത് കേട്ടോ. വെള്ളം നേരെ മമ്പയറിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് വേണം നമുക്കിതിൽ വേവിച്ചെടുക്കാനും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇളവൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു 2 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. എന്നാലും നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോ നോക്കണം. അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഓലൻ കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓലൻ്റെ കൂട്ട് നന്നായിട്ട് തട്ടി കൊടുക്കാം കേട്ടോ. കാരണം ഇതിൽ വെച്ചിട്ടാണ് ഇനി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് അടിയിലും ജസ്റ്റ് നോക്കാം. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളം വറ്റിക്കാൻ വേണ്ടി ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി നോക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വെള്ളം വറ്റി വരട്ടെ. ആ സമയം വരെ നമുക്കതൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കുമല്ലോ. ആ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മോനും കൂടെ തന്നെ കിച്ചണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ താഴെ നിൽക്കുന്നില്ല. എന്താ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുകയാണ്. അവൻ ഓരോന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ളൊരു പാചകം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓലനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് നേരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ജസ്റ്റ് നോക്കണം, കടിക്കുന്നൊന്നുമില്ലല്ലോ അതിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് വെന്ത് വന്നിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, ആ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഓലൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഓലൻ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ?